കുറച്ച് സിനോണിംസ് അഥവാ സിനോണിംസ് എന്ന് പറയാം എന്താണ് പര്യായ പദങ്ങളല്ല, ഒന്ന് സെയിം മീനിങ് ഉള്ള പദം, സെയിം മീനിങ് ഉള്ള ഒരു പദം നമുക്ക് എടുക്കാം അല്ലേ? അത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ പദം നോക്കാം. വാസ്റ്റ് ആണ്. വാസ്റ്റ് നമ്മുടെ ഇതിലുണ്ട്, നമ്മുടെ പാഠത്തിലുണ്ടല്ലേ, വാസ്റ്റ് സാൻഡി ലാൻഡ് അല്ലേ? വാസ്റ്റ് സാൻഡി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, വാസ്റ്റ് ലാൻഡ് സാൻഡി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാസ്റ്റിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മൾ ഈ സിനോണിംസ് അല്ലെങ്കിൽ സെയിം മീനിങ് പദം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ വാക്കിന്റെ മലയാളം എന്താണ്, മലയാളം ഒന്ന് നമ്മൾ ഓർത്ത് നോക്കണം അല്ലേ? ഓർത്ത് നോക്കണ്ടേ? വേണം. അപ്പം ഈ വാസ്റ്റിന്റെ മലയാളം എന്താണ്? വിശാലമായതാണ്. എന്താണ്? വിശാല അല്ലേ? വിശാലമായ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ വാസ്റ്റ്. അപ്പൊ അതിനെ പറ്റിയ ഒരു സംഭവമാണ് ഹ്യൂജ്. അതിനെ പറ്റിയ വേറൊരു വാക്കാണ് ഹ്യൂജ്. സെയിം മീനിങ് ആണ് കേട്ടോ. അതുപോലെ കാം. നെക്സ്റ്റ് വേർഡ് കാം. കാമിന്റെ അതേ അർത്ഥം വരുന്നത് നമ്മുടെ പാഠത്തിലുണ്ട് അല്ലേ? കാം ഡൗൺ, കൂൾ ഡൗൺ എന്നൊക്കെ പറയില്ലേ? ബ്രൂണോ കാം. ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുമ്പോ ചിലവർ പറയും കാം ബ്രൂണോ എന്നാണ് പറയുക. കാം ബ്രൂണോ, കാം എന്ന് പറയും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം കാമിന് എന്താണ്. കാം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കാം എന്ന് വെച്ചാല് എന്താ? നമ്മളിപ്പം സൗണ്ട് ആക്കൊണ്ടിരിക്കുമ്പോ ശാന്തമാകൂ എന്ന് പറയുന്നുണ്ട്. എന്താണ്? ശാന്തം അല്ലേ? ശാന്തം. എന്താണ് ഇത്? ശാന്ത അല്ലേ? ഇതിന്റെ സെയിം മീനിങ് വരുന്ന വേറെ ഏതാണ് വേർഡില്ലത്? നമ്മുടെ പാഠത്തിൽ തന്നെ ഉണ്ട്. ആൻസർ പീസ്ഫുൾ എഴുതാം നമുക്ക്. പീസ്ഫുൾ അതില്ലേ നമ്മുടെ പാഠത്തില്? നമ്മുടെ പാഠത്തില് പീസ്ഫുൾ ഉണ്ട് അല്ലേ? അപ്പൊ പീസ്ഫുൾ അതിനെ കൂടെ ചേർക്കാം. അടുത്തത് സ്പ്രിങ്കിൾ ആണ്. സ്പ്രിങ്കിൾ മീൻസ് എന്താണ് മലയാളം? ചിതറുക എന്നാണ് സ്പ്രിങ്കിൾ. അപ്പൊ അതിനെ പറ്റിയ ഒരു വേർഡ് ഏതാണ് വേറേത്? സ്കാറ്റർ. സ്കാറ്ററിന്റെ മീനിങ് എന്താണ്? സ്കാറ്റർ സ്പ്രിങ്കിൾ, അതായത് ചിതറുക എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് അല്ലേ? ചിതറുക അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞാൽ ഗ്ലോയിങ്. നെക്സ്റ്റ് വേർഡ് ഗ്ലോയിങ്. ഗ്ലോയിങ് മീൻസ് എന്താണ്? തിളങ്ങുന്നതാണ്. തിളക്കം എഴുതിയാൽ മതിയാവോ? തിളക്കം അല്ലേ? ഗ്ലോയിങ്. അതിന് പറ്റിയ വേറൊരു വേർഡാണ് എന്താണ്? അതാണ് ഷൈനിങ് അല്ലേ? ഷൈനിങ് എഴുതി കൂടെ? ഷൈനിങ് എഴുതാം. അടുത്ത വേർഡാണ് ബ്രീസ്. ബ്രീസ് നമ്മുടെ പാഠഭാഗത്തിലുണ്ട് അല്ലേ? ബ്രീസ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ബ്രീസ് മീൻസ് എന്താണ്? അത് നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ബ്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വിൻഡ് ആണ്. അതായത് ബ്രീസ് കുളിർക്കാറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മലയാളം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. വിൻഡ് കാറ്റെന്ന് നിങ്ങൾക്ക് അറിയാലോ. കുളിർക്കാറ്റ്, വിൻഡ് ചേർക്കാം. ബ്രീസിന് കുളിർക്കാറ്റ് എന്നാണ് ഈ ബ്രീസ് ഉദ്ദേശിക്കുന്നത്. വിൻഡ് വെറും കാറ്റാണെങ്കിലും ചേർക്കാം. അടുത്ത വേർഡ് ഇതാണ് വണ്ടർ. വണ്ടർ മീൻസ് എന്താണ്? അത്ഭുതം. അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. വണ്ടർ അത്ഭുതം അല്ലേ? വണ്ടർ അത്ഭുതം എന്ന് വെച്ചാൽ അതിനെ പറ്റിയ വേറൊരു വാക്കാണ് അമേസ്മെന്റ്. അപ്പം നിങ്ങളിവിടെ സമ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാവുമ്പോ ഏകദേശം ഒരു പോലത്തത് സമമായത് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഈ ഹെഡിങ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ സമ കൂടുമ്പോ തിരിയല്ലേ? ഓക്കെ, അപ്പം വണ്ടർ എന്താണ്? അമേസ്മെന്റ്. അടുത്ത വേർഡാണ് ഈഗർലി. ഈഗർലി എന്ന് വെച്ചാൽ ആകാംക്ഷയോടെ എന്നാണ് അർത്ഥം വരുന്നത്. ആകാംക്ഷയോടെ. ഓക്കെ, അപ്പം അതിനെ പറ്റിയ വേറൊരു വേർഡാണ് എൻതുസിയാസ്റ്റിക്കലി. ഇത് നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് പണിയായിരിക്കും. അതാണ് എൻതുസിയാസ്റ്റിക്കലി. അമ്മനോടോ അച്ഛനോടോ സ്പെല്ലിംഗ് ചോദിച്ചിട്ട് എഴുതിയാലും പ്രശ്നമില്ല. എൻതുസിയാസ്റ്റിക്കലിക്ക് വേറൊരു സെയിം മീനിങ് വരുന്ന വേർഡാണ് ഈഗർലി. അതുപോലെ ലാബുസ്റ്റും. അതുപോലെ
ഉപയോഗിച്ചത്. അതിന് പറ്റിയ വേറൊരു വേർഡാണ് എന്താണ്? ഡിവൈഡഡ്. എന്താണ്? ഡിവൈഡഡ് അല്ലേ? ഓക്കെ, അടുത്ത വേർഡ് നോക്കാം. എൻറ്റയർ. എൻറ്റയർ എന്താണ്? എൻറ്റയർ മീൻസ് മുഴുവൻ. മുഴുവൻ. അതിന് പറ്റിയ വേറൊരു വേർഡാണ് എന്ത്? ഹോൾ. ഹോൾ. ഹോൾ എങ്ങനെയാന്ന് എഴുതാന്നറിയോ? HOLE. ദ്വാരം. തുളാന്നൊക്കെയല്ല അർത്ഥം വരുന്നത്. മാളം അങ്ങനെയൊക്കെയല്ല അർത്ഥം വരുന്നത്. പക്ഷെ ഈ ഹോൾ എഴുതുന്നത് WHOLE എന്നാണെങ്കിൽ ഹോൾ എന്നാണ് വായിക്കുക. അവിടെ ഡബ്ല്യൂന് ഉച്ചാരണമില്ല അല്ലേ? ഡബ്ല്യൂന് സൗണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഹോൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അത് അടുത്ത വേർഡാണ് ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ തന്നെ പഠിക്കാറുണ്ട്. ഫ്രൈറ്റൻഡിന്റെ സെയിം മീനിങ് വരുന്ന വേറൊരു ഫ്രൈറ്റൻഡ് മീൻസ് എന്താണ്? പേടിക്കുന്നതാണ് ഫ്രൈറ്റൻഡ്. അപ്പം എന്താണ്? സ്കെയർഡ് നമുക്ക് ചേർക്കാം. നമ്മുടെ ഇസാക്ക് സ്കെയർഡ് ആയിട്ടുണ്ടായില്ലേ അല്ലേ? അതുപോലെ ഇതിലും സ്കെയർഡിന്റെ സെയിം മീനിങ് ആണ് ഈ ഫ്രൈറ്റൻഡ് അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തെടുത്തു? കുറച്ച് സെയിം മീനിങ് ഉള്ള വേർഡ് എടുത്തു, അതായത് സിനോണിംസ് എടുത്തു. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും എല്ലാ വീഡിയോയും കാണാം. ഒന്ന് മുതൽ തന്നെ കണ്ടു തുടങ്ങാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.